നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വാലർ ബോട്ടിൻ്റെ ട്രേഡിങ്ങിൻ്റെ സീരീസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ന് 8ാമത്തെ ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ 7ാമത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഡേറ്റ് വൈസ് ആണെങ്കിൽ 8ാമത്തെ ദിവസമാണ്. അപ്പോൾ 8ാമത്തെ ദിവസത്തെ എന്തൊക്കെ ട്രേഡിങ് നടന്നിട്ടുണ്ട്, പിന്നെ ഓവറോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഈ 8 ദിവസം കൊണ്ട്, പിന്നെ ബോട്ട് ചെയ്ത ആ ഒരു ചാർട്ടും ആ സംഭവങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ബൈനാൻസിലാണ് കാണിച്ചു തരുന്നത്, കാരണം ബൈനാൻസിലാണ് ഈസി ആയിട്ട് നമുക്ക് ട്രേഡ്സൊക്കെ കാണാൻ പറ്റുന്നത്. വാലറിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രേഡ്സ് കാണാം, പക്ഷേ ബൈനാൻസിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ബൈനാൻസിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ വാലറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ വാലറിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, അതായത് പ്ലാൻ ഡീറ്റെയിൽസ്, പിന്നെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, പിന്നെ ബൈനാൻസായിട്ട് കണക്ട് ചെയ്യണത് എങ്ങനെയാണ്, API ലിങ്ക് എങ്ങനെയാണ്, അതൊക്കെ അടങ്ങിയേക്കുന്ന ഒരു വീഡിയോ, ഇൻട്രൊഡക്ഷൻ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അത് കാണാൻ പറ്റും. പിന്നെ വാലറെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡും ഇന്ന് എത്ര ഓവറോൾ പ്രോഫിറ്റും കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയണതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ BTC നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്രാഷിലായിട്ട് പോയിട്ടുണ്ട് BTC. ഇവിടെ നിങ്ങൾ നോക്കുക, നല്ലൊരു ക്രാഷിലായിട്ടാണ് പോയേക്കണേ. ഇവിടെ നോക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു അത്യാവശ്യം പ്രോഫിറ്റിൽ നിന്ന എൻ്റെ ഒരു അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് നിന്നത്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ബൈ പോയിൻ്റ് ഉണ്ടോ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു സെല്ലാർത്തിനുണ്ടോ, അതൊരു ലോസിലാണ് സെല്ല് ചെയ്തത്. പിന്നെ താഴേന്ന് ബൈ ചെയ്തു, പിന്നെ താഴേന്ന് ബൈ ചെയ്തതിന് ശേഷം പിന്നെ സെല്ല് ചെയ്തു. അതും അത്ര പ്രോഫിറ്റിലൊന്നുമല്ല, ചെറിയ ലോസിൽ തന്നെയാണ് സെല്ല് ചെയ്തത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെന്താ ഈ ലോസിൽ സെല്ല് ചെയ്യണേ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോട്ട് ആക്റ്റീവ് അല്ലാണ്ടായി, നോട്ട് ആക്റ്റീവായി. അപ്പോൾ നോട്ട് ആക്റ്റീവായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ നോട്ട് ആക്റ്റീവായെന്ന്. അത് കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം നടന്നതാണ് ഈ ഒരു ക്രാഷ്. ഈ ഒരു വലിയ ക്രാഷ് കണ്ടോ. ഈ ഒരു വലിയ ക്രാഷിന് മുമ്പ് നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കുവാണ് ബോട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ സേഫ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഓവറോൾ ഇപ്പോഴും ഞാൻ പ്രോഫിറ്റിലാണ്. എൻ്റെ ക്യാപിറ്റൽ ബോട്ട് സേഫാക്കി. ഈ ഇടയ്ക്ക് വന്ന ഈ ചെറിയ ലോസുകൾ ഈ ഒരു വലിയ ലോസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോസുകളായിരുന്നു ഈ വന്ന 2 ലോസ്. അതുകൊണ്ട് ഭയങ്കര ഒരു അത്ഭുതകരമായ ട്രേഡിംഗ് ആണ് ഇതിൽ നടന്നത്. എന്താണെന്നറിയില്ല. ഇനി കറണ്ട് അഫയേഴ്സ് ബോട്ട് പറഞ്ഞ തന്നെ കറണ്ട് അഫയേഴ്സൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ട്രേഡ് നടത്തുന്നത്. അല്ലാണ്ട് ഈ ഒരു വലിയൊരു ക്രാഷ് വന്നതിന് തൊട്ട് മുമ്പ് തന്നെ സെല്ല് ചെയ്ത് USDT ആക്കി നമ്മുടെ ഫണ്ട് സേഫ് ആക്കാനുള്ള ആ ഒരു തന്ത്രം എന്തായാലും മനുഷ്യന്മാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല, ഇമാതിരി വലിയൊരു ക്രാഷ് വരുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ നല്ലൊരു ക്രാഷിന് മുമ്പ് ക്യാപിറ്റൽ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് കാണിച്ചു തരാം. വാലറ്റിൽ എത്ര ഫണ്ട് ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വാലറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ USDT നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിറ്റ്കോയിൻ സെല്ല് ചെയ്ത് USDT ആക്കി വെച്ച് കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു ഫണ്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ $50 ആയിരുന്നു, $50 ആയിരുന്നു. 50 USDT മാറി ഇപ്പോൾ 51 USDT ഉണ്ട്. എന്ന് വെച്ചാൽ 1.11 USDT എക്സ്ട്രാ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് $0.19 BTC ഉണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ എന്ന് വെച്ചാൽ $1.3 പ്രോഫിറ്റ്, ഓവറോൾ പ്രോഫിറ്റ് ഉണ്ട് ഈ 8 ദിവസം കഴിഞ്ഞപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ 7 ദിവസമാണ് കഴിഞ്ഞുള്ളൂ. ഞാൻ 8 ദിവസം ഡേറ്റ് വൈസ് പറയുകയാണ്. അപ്പോൾ 8 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് $1.3 പ്രോഫിറ്റാണ് എനിക്ക് വന്നത്. പിന്നെ അതിഭീകരമായ ഒരു ക്രാഷിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, അതിഭീകരമായ ക്രാഷാണ്. ഈ ഒരു ഭീകരമായ ക്രാഷിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു ഡബിൾ ക്രാഷ്, വീണ്ടും ഒരു ക്രാഷിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും അവസാനത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ക്രാഷിലായിട്ട് വരികയാണ്. അതുകൊണ്ട് ബോട്ട് വെയിറ്റ് ചെയ്യാണ്, കറക്റ്റായിട്ടുള്ള ആ ഒരു ടൈം നോക്കിയിരിക്കുകയാണ് വീണ്ടും ബിറ്റ്കോയിൻ ബൈ ചെയ്യാനായിട്ട്. അപ്പോൾ ബിറ്റ്കോയിൻ ഇപ്പോൾ നല്ല രീതിക്ക് ഡൗണിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ട്രേഡാണ് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ആ ഒരു ഹിസ്റ്ററി പോലത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഹിസ്റ്ററി പോലത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ട്രേഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡേറ്റ് നോക്കുക. ഇന്നത്തെ ഡേറ്റ് എന്ന് വെച്ചാൽ 6-ാം തീയതിയാണ്. അപ്പോൾ 6-ാം തീയതിയിലത്തെ ട്രേഡ്സ് നമുക്ക് നോക്കാം. ഇന്ന് കുറേ ട്രേഡ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം ട്രേഡ് ഉണ്ട് കേട്ടോ. എന്താ ഓക്കെ. അപ്പോൾ താഴത്തുനിന്ന് തന്നെ നോക്കി തുടങ്ങാം. 19,674 ഒരു ബൈ നടത്തിയുണ്ട്.
$19,674 തന്നെ വീണ്ടും ഒരു ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ $50 ബൈ നടന്നു. എന്നിട്ട് സെല്ല് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ $19,776 അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് സെല്ല് എടുത്തത്. അപ്പോൾ $51 $51 ഒരു സ്റ്റേജിലെത്തി നമ്മൾ USDT. പിന്നെ നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ 19,733 ഒരു ബൈ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം സെല്ല് ചെയ്തതെന്ന് വെച്ചാൽ 19,804 അടുത്ത സെല്ല് എടുത്തത്. അവിടെ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ അടുത്ത ബൈ നടത്തിയാണ് 19,773 തന്നെ വീണ്ടും ബൈ നടത്തിയിട്ടുണ്ട്. 2 പ്രാവശ്യം ബൈ നടത്തി. പിന്നെ അടുത്തത് സെല്ല് ചെയ്തതെന്ന് വെച്ചാൽ 19,902 അവിടെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. 19,902 അടുത്ത സെല്ല് എടുത്തതാണ്. പിന്നെ ബൈ നടത്തിയതെന്ന് വെച്ചാൽ 19,926 ഒരു ബൈ നടത്തിയിട്ടുണ്ട്. പിന്നെ സെല്ല് എടുത്തത്. പിന്നെ ആ ഒരു ബൈക്ക് ശേഷമാണ് ഭയങ്കരമായിട്ട് ക്രാഷിലോട്ട് പോകാമെന്ന് മനസ്സിലായപ്പോൾ നഷ്ടത്തിലാണ് ഇവിടെ സെല്ല് എടുത്തത്. ഇവിടെ ഒരു സെല്ല് എടുത്തതാണ് കണ്ടോ, $51 ആയതുണ്ടോ. ഈ 19,720 സെല്ല് എടുത്തി. 19,926 മേടിച്ചിട്ട് 19,720 സെല്ല് എടുത്തി. അവിടെ ഒരു ലോസ് വന്നു. പിന്നെ ബൈ നടത്തിയുണ്ട് അതിൻ്റെ എടുക്കുക. 19,786 ബൈ നടത്തി. പക്ഷേ വീണ്ടും ക്രാഷിലോട്ടാണ് ബോട്ടിന് മനസ്സിലായ കാരണം 19,771 സെല്ലാക്കി. ഓക്കെ, 2 പ്രാവശ്യം സെല്ല്, 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം സെല്ലാക്കിയിട്ടുണ്ട്. 3 പ്രാവശ്യമായിട്ടാണ് ട്രേഡ് നടന്നത്. 3 പ്രാവശ്യം സെല്ലാക്കി നമ്മുടെ ക്യാപിറ്റൽ സേഫാക്കി. ആ വമ്പൻ ക്രാഷ് ചെയ്യുന്നു 19,771 നേരെ ക്രാഷ് ആയത് 19,000 താഴത്തിലായിട്ടാണ്. 18 സംതിങ്ങിലായിട്ട് വരെ പോയി, 18,900 സംതിങ്ങിലായിട്ട് വരെ പോയി. അപ്പോൾ ആ ഒരു വലിയ ക്രാഷ് ചെയ്യുന്ന ക്യാപിറ്റൽ സേഫാക്കി വച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് നടന്ന ട്രേഡുകൾ. ഇനി ഞാൻ നിങ്ങൾക്ക് ചാർട്ട് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോവാം. മാർക്കറ്റിൽ പോയിട്ട് BTC/USDT എടുക്കുവാണ്. BTC/USDT എടുക്കുകയാണ്. BTC/USDT എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബൈയും സെല്ലൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ചെറുതാക്കി 15 മിനിറ്റ് ചാർട്ടാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് 6-ാം തീയതി സെറ്റ് ചെയ്യാം. 6-ാം തീയതി സെറ്റ് ചെയ്തതിന് ശേഷം 6-ാം തീയതിയിലെ ട്രേഡ്സ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 5-ാം തീയതിയാണ്. 5-ാം തീയതി കഴിഞ്ഞാൽ 6-ാം തീയതി. 6-ാം തീയതി ഒരു ബൈ നടത്തേണ്ടത്. ബൈ കഴിഞ്ഞ് സെല്ലെടുത്ത് പ്രോഫിറ്റിലാണ്. അത് കഴിഞ്ഞ് അടുത്തൊരു ബൈ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ബൈ നടന്നത് പ്രോഫിറ്റിലാണ്. ആ ഒരു ക്രാഷ് കഴിഞ്ഞിട്ടാണ് ബൈ നടന്നത്, അതുകൊണ്ട് അതും പ്രോഫിറ്റിലാണ്. പിന്നെ സെല്ലെടുന്നതും പ്രോഫിറ്റിലാണ്. പിന്നെ നടന്ന ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ബൈ പ്രോഫിറ്റിൽ തന്നെയാണ് ബൈയിങ് നടന്നതാണ്. പിന്നെ അതിൻ്റെ സെല്ല് നടന്നത് ലോസിലാണ്. കണ്ടോ, ഈ ഒരു ലോസിലാണ്, കാരണം ബൈനേക്കാളും താഴെയാണ് സെല്ല് നടന്നത്. പിന്നെ അടുത്ത ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് താഴെ വന്നപ്പോഴാണ് ബൈ നടന്നത്. പക്ഷേ അതും സെല്ല് ചെയ്തത് ലോസിലാണ്. കാരണം വീണ്ടും ഒരു വമ്പൻ ക്രാഷ് വരാമെന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും അവസാനത്തെ പോയിന്റ് നോക്കുക. ആ ഒരു ബൈ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ആ സെൽ പോയിന്റ് നോക്കുക. അതും സെല്ല് ചെയ്തത് ലോസിന് തന്നെയാണ്. പക്ഷേ ലോസ് എന്ന് വെച്ചാൽ ഓവറോൾ നമ്മുടെ ക്യാപിറ്റൽ ലോസ് ആവാത്ത രീതിയിലാണ് സെല്ല് എടുത്തത്. ഈ വലിയൊരു ക്രാഷിലാണ് നമ്മൾ പെട്ടായിരുന്നെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മൊത്തം ലോസായി പോയതിനെ. മൊത്തമല്ല, നമുക്ക് നല്ല രീതിക്കുള്ള ഒരു ലോസ് വന്നതാണ്. അപ്പോൾ ആ ഒരു ബിഗ് ലോസിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവറോൾ എനിക്കിപ്പോൾ കറൻ്റ്ലി പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ $1.3 $1.3 പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു പ്രോഫിറ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള അപ്പോൾ പുതിയൊരു സിനിമ പറ്റി അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.